Hi, good morning. നമുക്ക് ഇന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ. കേക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല, മുട്ട ചേർക്കുന്നില്ല. ഒരു എഗ്ലെസ് വീറ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പക്ഷെ 1-2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണമെങ്കിൽ 2 ദിവസം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എഗ്ലെസ് വീറ്റ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഇളം ചൂടുപാൽ എടുത്തിട്ടുണ്ട്. തണുത്ത പാലല്ല, ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. തൈരൊക്കെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, പാല് ഇളം ചൂടുപാലായിരിക്കണം. ശർക്കര ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് അല്ലെങ്കിൽ 150 ഗ്രാം. ഞാനിപ്പോൾ ഗ്രാമിലാണ് എടുത്തിരിക്കുന്നത്. 150 ഗ്രാം ശർക്കര ചീവി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കേണ്ട, ചീവി എടുക്കുക. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും. പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി കപ്പിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ 1.5 കപ്പാണ്. അല്ലെങ്കിൽ ഗ്രാമിൽ പറയുകയാണെങ്കിൽ 180 ഗ്രാം ആണ് കേട്ടോ. 180 ഗ്രാം ആണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കേണ്ട കാര്യങ്ങളാണ്. കുറച്ച് കാഷ്നട്ട്, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഈ കാഷ്നട്ടിന് പകരം ആൽമണ്ട്സ് ചേർക്കാം, അതുപോലെ ടൂട്ടി ഫ്രൂട്ടിക്ക് പകരം ചെറി ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടി വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ പുളി ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുളിയുള്ള തൈരാണെങ്കിൽ നമ്മുടെ കേക്കിന്റെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. തൈരിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഈ തൈരും ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈരിലെ ആ കട്ടകളൊക്കെ ഉടഞ്ഞു വരുന്ന പോലെ. ഇതിൽ മിക്സി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു വിസ്ക് മാത്രം യൂസ് ചെയ്തിട്ട് തൈരിലെ കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കേക്ക് ടിൻ നമ്മൾ റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ആ കേക്ക് ടിന്നിന്റെ ബേസിലും അതുപോലെ തന്നെ സൈഡിലും സൺഫ്ലവർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മൈദ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടോ പാച്ച്മെന്റ് പേപ്പർ യൂസ് ചെയ്തിട്ടോ നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമ്മുടെ തൈരും മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ തൈരും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ശർക്കര ആഡ് ചെയ്യാം. ശർക്കര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മുടെ തൈരും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് തൈരിന്റെ അളവ് ഒന്ന് ഇൻക്രീസ് ആയി വരും കേട്ടോ. ഇനി ശർക്കര നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമ്മളൊന്ന് ഈ ഒരു വിസ്ക് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ തൈരിലേക്ക് ശർക്കര ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വരട്ടെ. അപ്പൊ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ വാനില എസൻസ്. നമ്മൾ ഇതിലേക്ക് ഓറഞ്ച് പീല് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നത്. നിങ്ങൾ ഓറഞ്ച് പീല് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തുള്ളൂ കേട്ടോ. ഓറഞ്ച് പീല് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ വാനില എസൻസും സൺഫ്ലവർ ഓയിലും ശർക്കരയും നമ്മുടെ തൈരും എല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മുടെ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ആവുള്ളൂ. സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടില്ല കേട്ടോ. നമ്മളിനി ഗോതമ്പ് പൊടി ചേർത്ത് കഴിയുമ്പോൾ സൺഫ്ലവർ ഓയിൽ മിക്സ് ആവുള്ളൂ. ഇനി നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനാണ് നമ്മൾ കുറച്ചായിട്ട് ചേർത്തെടുക്കുന്നത്. ഇത് മൈദയിലും ചെയ്യാം, പക്ഷെ മൈദയിൽ ചെയ്യുന്നതിനേക്കാൾ ഹെൽത്തി നമ്മൾ ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നതാണ്. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുക്കട്ടെ.
അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇതുപോലെ തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഇളം ചൂട് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വരും. പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ കുറച്ച് കാഷ്നട്ട് ചേർക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനാണ്. അതുപോലെ തന്നെ ഓറഞ്ച് പീൽ ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്ലോലി മിക്സ് ചെയ്യുക, വല്ലാതെ ഫോഴ്സ് ചെയ്ത് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ. എല്ലാം മിക്സ് ആയി വരുമ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കും മിക്സ് ആവുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മിക്സും കറക്റ്റ് ആവും, ഓവന്റെ ചൂടും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ തിക്കായിട്ട് വീഴുന്നതായിരിക്കണം കേട്ടോ. ലൂസായിട്ടുള്ള ബാറ്റർ അല്ല, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഇളം ചൂടുപാല്, ഒരു 2-3 ടേബിൾ സ്പൂൺ ഇളം ചൂടുപാല് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മുടെ കേക്ക് മിക്സ് ഒക്കെ ലെവലായി, എയർ ബബിൾസ് ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കേക്ക് ടിൻ ചെറുതാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കേക്ക് കിട്ടും. കേക്ക് ടിൻ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ കേക്കിന്റെ തിക്നെസ് കുറവായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. കാഷ്നട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ മുഴുവനായിട്ടും കാഷ്നട്ട് പൊടിച്ച് വിതറി കൊടുക്കാം, ഇല്ലെങ്കിൽ ആൽമണ്ട്സ് പൊടിച്ച് വിതറി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് സിൽവർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. കേക്ക് ബേക്കായി വരുമ്പോൾ കുറച്ച് സിൽവർ ബോൾസ് ഒക്കെ വരുമ്പോൾ ഒരു ഭംഗിയല്ലേ കാണാനായിട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ, ടൂട്ടി ഫ്രൂട്ടിയുടെ പല കളറുള്ളത്, റെഡും ഗ്രീനും യെല്ലോയും ഒക്കെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ പല കളറിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കേക്കിന്റെ മുകളിലേക്ക് വരുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കേക്കായിരിക്കും. വീറ്റ് കേക്കാണ്, ജാഗറി കേക്കാണ് എന്നുള്ള ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും കഴിക്കാം. ഇടയ്ക്കൊക്കെ കേക്ക് നമുക്ക് ഷുഗറുള്ള ആളുകൾക്കും കഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി എല്ലാം ഫിനിഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ 40 to 50 മിനിറ്റ്സ്, നമ്മുടെ ഓരോരുത്തരുടെയും ഓവന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് 40 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ, 40 മിനിറ്റ് മുതൽ 42 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കുക. സ്ക്യൂറിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് പുറത്തെടുത്ത് തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ 45 മിനിറ്റോ 50 മിനിറ്റോ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കേക്ക് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കിനി കേക്ക് കുക്കായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ബേക്കായി കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 40 മിനിറ്റ്സ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക, ഒരു സ്ക്യൂവർ എടുത്തിട്ട്. ഇത് കണ്ടോ, ഒട്ടും തന്നെ കയ്യിലൊന്നും ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കേക്ക് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്, ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തേ ഉള്ളൂ. ഇനി ഇത് ചൂട് മാറിയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ചൂട് മാറി വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എഗ്ലെസ് വീറ്റ് കേക്കിന്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നുപോയില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.